കാങ്കോപ്പിലെ മറ്റൊരു ക്യാമ്പിലാണ് നിൽക്കുന്നത്. ഈ സഹോദരന്റെ വീടാണ് ഇവിടെ ക്യാമ്പായിട്ട് തുറന്നിരിക്കുന്നത്. ഇവിടെ 80-ന് മുകളിൽ ആളുകളുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, എത്ര കുഞ്ഞുങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത്രയും കുഞ്ഞുങ്ങളെ നമ്മുടെ മലയാളക്കരയിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിന് മുമ്പ് സമർപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കുന്ന ഞങ്ങളോട് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഈ കുക്കി ക്രൈസ്തവരുടെ ഈ ഗ്രാമത്തിൽ നിങ്ങളെ കാലത്തെ ക്രിസ്തു നിൽപ്പുണ്ട്. നിങ്ങൾ തീർത്ഥാടനമായിട്ട് നിങ്ങൾ കടന്നു പോകേണ്ടത് ലോകത്തിന് മറ്റ് സ്ഥലങ്ങളിലേക്കല്ല. നിങ്ങൾ കടന്നു വരേണ്ടത് തീർത്ഥാടനമായിട്ട് ഇങ്ങോട്ടാണ് നിങ്ങൾ കടന്നു വരേണ്ടത്. നിങ്ങളിങ്ങോട്ട് കടന്നു വരുമ്പോൾ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ആ അനുഗ്രഹം നിങ്ങൾക്കല്ല, നിങ്ങളുടെ തലമുറയ്ക്കുള്ളതാണ്. അതെ, നമ്മുടെ ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഈ ചെറിയവരും ചെയ്തപ്പോഴൊക്കെ തന്നെ നിങ്ങൾ എനിക്കാ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ തലമുറയ്ക്കുള്ള കവിഞ്ഞ അനുഗ്രഹവുമായി ഈ മണിപ്പൂരിലെ ഈ കുക്കിയുടെ ഗ്രാമത്തിൽ ഇവരുടെ വീടുകളിൽ ക്രിസ്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വരം കേൾക്കുന്ന ഓരോരുത്തരും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഇവിടെ വരണം, ഇവരോട് താമസിക്കണം. ഇവരുടെ വേദനയിൽ, ഇവരുടെ സഹനമഴയിൽ നിങ്ങൾ ചേർന്ന് നിൽക്കണം. താങ്ക് യു.